നോക്കൂ, ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ കത്തിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ ഇന്ത്യ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി ഒരു മൂഢസ്വർഗത്തിലാണ്. പക്ഷേ ഇന്ത്യയെ കത്തിക്കാൻ വേണ്ടിയാണോ ഭാരതത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തി ഭീകരപ്രസ്ഥാനം നടത്തുന്ന IS-ന്റെ ഭാരതത്തിന്റെ അനുകൂലികളായ SDPIയുമായിട്ട് കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്? SDPIയുമായിട്ടുള്ള കോൺഗ്രസിന്റെ സഖ്യത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താലിബാൻ കോൺഗ്രസായി മാറിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് ഓഫ് കോൺഗ്രസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരവാദികളുമായിട്ടുള്ള ഈ സഖ്യം കുന്തിരിക്കം സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള സഖ്യമാണ്. അവരും പലരും സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞ താക്കീത് നൽകിയ ഭീകരവാദികൾ താക്കീത് നൽകിയ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള സഖ്യമാണ്. യാതൊരു സംശയവുമില്ല, ഭീകരവാദികളുടെ ഒരു വോട്ട് പോലും ഭാരതീയ ജനതാ പാർട്ടി ഒരു തരത്തിലുള്ള ഭീകരവാദികളുടെയും വോട്ട്, രാജ്യവിരുദ്ധരുടെ വോട്ട്, രാജ്യദ്രോഹികളുടെ വോട്ട് BJPക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായി ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. ഇത് പറയാനുള്ള ധൈര്യം കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ പിണറായി ഇടതുപക്ഷത്തിനുമുണ്ടോ? രാജ്യദ്രോഹികളുടെ, രാജ്യവിരുദ്ധരുടെ, ഭീകരവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം കേരളത്തിലെ LDFനും UDFനും ഉണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്നതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മണിപ്പൂർ സംരക്ഷണ സമിതിയാണ് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇടതുപക്ഷം നടത്തേണ്ടത് മണിപ്പൂർ സംരക്ഷണ സമിതിയല്ല, കരുവന്നൂർ സംരക്ഷണ സമിതിയാണ് അവർ നടത്തേണ്ടത്. കരുവന്നൂരിനെ മറയ്ക്കാനും മറക്കാനും മണിപ്പൂർ കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. മണിപ്പൂരിലെ ക്രൈസ്തവരുടെ കാര്യം പറയുന്ന ഇടതുപക്ഷം കരുവന്നൂരിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ഇട്ട നിക്ഷേപ തുക തിരിച്ചു കൊടുക്കാതെ ആത്മഹത്യ ചെയ്യുകയാണ്. കരുവന്നൂരിലെ ക്രൈസ്തവരുടെ, കരുവന്നൂരിലെ പാവപ്പെട്ടവരുടെ വിഷയത്തെക്കുറിച്ച് പിണറായി വിജയന് സംരക്ഷണ സദസ്സ് നടത്താൻ ധൈര്യമുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു നിർത്താം, എല്ലാ കള്ളന്മാരെയും കയ്യാമം വെക്കും. കരുവന്നൂരിലെ കള്ളന്മാരാണ് തൃശൂരിലെ അടക്കം പ്രധാനപ്പെട്ട LDF സ്ഥാനാർത്ഥികളുടെ താക്കോൽ സ്ഥാനത്തിരിക്കുന്നത്. കരുവന്നൂരിലെ കള്ളന്മാരാണ് തൃശൂരിലെ അടക്കം LDF സ്ഥാനാർത്ഥികളുടെ താക്കോൽ സ്ഥാനത്തിരിക്കുന്നത്. ഇത് കരുവന്നൂരിലെ നിക്ഷേപകരോട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന വെല്ലുവിളിയാണ്. അതുകൊണ്ട് സംരക്ഷണ സദസ്സ് കരുവന്നൂർ സംരക്ഷണ സദസ്സാണ് നടത്തേണ്ടത്. കരുവന്നൂർ സംരക്ഷണ സദസ്സ് ഇടതുപക്ഷം വലതുപക്ഷവും നടത്തിയാലും നടത്തിയില്ലെങ്കിലും കരുവന്നൂരിനെ മറക്കാനും ശ്രമം നടത്തിയാലും ഒന്ന് ഞാൻ പറയാം, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കള്ളന്മാരെ കയ്യാമം വെക്കുക. ഇവിടുത്തെ MP-മാരടക്കമുള്ള മുൻ MP-മാരടക്കമുള്ള സകല കാട്ട് കള്ളന്മാരെയും കയ്യാമം വെക്കാൻ അധിക ദിവസം ബാക്കിയില്ല.